सब कुछ भलाई को उत्पन्न करता है, सब कुछ भलाई को उत्पन्न करता है। हमारा पराजय भलाई के लिए, हमारा एक्सीडेंट भलाई के लिए। हमारा जो एक्सीडेंट्स होते हैं वो भलाई कैसे होगा? हमारे हाथ पैर टूट कर हम हॉस्पिटल में पड़े रहे तो हम कैसे कहेंगे कि वो भलाई के लिए? लेकिन बुराई को भी भलाई में बदलने वाला हमारा परमेश्वर है। हाथ ताली बजाकर उसकी स्तुति करें। पराजय को भलाई में बदलने वाला परमेश्वर, दुर्घटनाओं को आशीष में बदलने वाला परमेश्वर। दुनिया कहेगी कि ये दुर्घटना है, दुनिया कहेगी कि ये पराजय है, लेकिन पवित्र आत्मा जिसके अंदर है वो कहेगा कि ये परमेश्वर की योजना है। हालेलुया। हाथ उठाकर परमेश्वर को धन्यवाद दें। हालेलुया। എല്ലാ പ്രതിസന്ധികൾക്കും നന്ദി എന്ന് പറഞ്ഞാട്ടെ. हर प्रतिकूल अवस्थाओं के लिए धन्यवाद कहे. എല്ലാ പ്രശ്നത്തിനും നന്ദി എന്ന് പറഞ്ഞാട്ടെ. हर एक मुसीबतों के लिए धन्यवाद कहे. ചിലരൊക്കെ എന്നെ മാറ്റി നിർത്തിയതിന് നന്ദി എന്ന് പറഞ്ഞാട്ടെ. कुछ लोग ने मुझे हटाकर खड़ा कराया इसलिए धन्यवाद दे. ചില വാതിൽ അടഞ്ഞതിന് നന്ദി എന്ന് പറഞ്ഞാട്ടെ. कुछ द्वार बंद हो गई है धन्यवाद दे. ചില വാതിലൊക്കെ അടഞ്ഞപ്പോഴാണ് നമ്മൾ ദൈവമുഖത്തേക്ക് നോക്കിയത് കേട്ടോ. कुछ द्वार बंद हुई थी तब हमने ऊपर की ओर देखा था. ചില പ്രതിസന്ധിയിലാണ് നിങ്ങൾ കർത്താവിനെ അറിഞ്ഞത്. कुछ मुसीबतों के बीच में हमने परमेश्वर को जाना था. ചില പ്രശ്നങ്ങളാണ് നിങ്ങൾ കർത്താവിനെ അറിഞ്ഞത്. कुछ परेशानियों में हमने परमेश्वर को जाना था. परमेश्वर को धन्यवाद दे. हालेलुया. ഞാൻ അനുഭവം കൂടെ ചേർത്ത് ഞാൻ പറയാം. मैं मेरा अनुभव मिलाकर कहता हूं. ഫിനിപ്പാസ് പറഞ്ഞു ബോംബെയിലെ ലോക്കൽ ട്രെയിനിലൊക്കെ കയറാനുള്ള ബുദ്ധിമുട്ട് വേണ്ട നമ്മൾ പോയെന്ന്. फिनिपास ने कहा कि मुंबई लोकल ट्रेन में चढ़ना मुश्किल की वजह से मैं यहां से गया. ഞാൻ 1995 ലാണ് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് ബോംബെ വന്നത്. मैं 1995 में लगभग 30 साल पहले मुंबई में आया था. ഒരു വർഷം കഷ്ടിച്ച് ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നുള്ളൂ. एक साल मुश्किल से मैं मुंबई में था. ഞാൻ ബോംബെ വരുമ്പോൾ എനിക്ക് ആകെ അറിയാവുന്ന ഒരു ഭാഷ മലയാളം മാത്രമായിരുന്നു. जब मैं मुंबई आया तो मैं एक ही भाषा जानता था वो मलयालम था. കാരണം അവിടുന്ന് +2 കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നേരെ ബോംബെക്ക് വരിക. वहां से +2 के बाद मैं सीधा मुंबई आया था. വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ ചോദിച്ചാൽ അറിയായിരുന്നു. व्हाट इज योर नेम पूछा जाए तो मालूम था. അതിനപ്പുറത്തേക്ക് ഒന്നും അറിയത്തില്ല. उसके बढ़कर कुछ मालूम नहीं था. ബോംബെയിൽ വന്നപ്പോൾ ഈ മൊബൈൽ ഒന്നുള്ള കാലം ഒന്നുമല്ല. उस जमाने में मोबाइल वगैरह कुछ था भी नहीं. ഫോൺ പോലും കഷ്ടിച്ചേ ഉള്ളൂ. फोन भी मुश्किल से एक था. വഴികൾ അറിയത്തില്ല, സ്ഥലം അറിയത്തില്ല, ഭാഷ അറിയത്തില്ല. रास्ता नहीं मालूम, किसी को भी नहीं पता, भाषा नहीं मालूम. ഞാൻ ആദ്യം ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ചേട്ടൻ എന്നെ കൊണ്ടുപോയി ആൻഡോഫിൽ എന്ന സ്ഥലത്ത്. मैं एक इंटरव्यू के लिए मेरे भैया मुझे लेकर गए. ഒരു തമിഴ്നാടുകാരനാണ് ആ ഒരു സ്ഥാപനം നടത്തുന്നത്. एक तमिलनाडु के थे जो स्थापना को चला, उस इंस्टीट्यूशन को चलाते थे. എന്നോട് ചോദിച്ചു ഹിന്ദി അറിയാമോ എന്ന് ചോദിച്ചു. उन्होंने मुझसे पूछा हिंदी मालूम है क्या? ഞാൻ പറഞ്ഞില്ല. मैंने कहा नहीं. ഇംഗ്ലീഷ് അറിയാമോ എന്ന് ചോദിച്ചു. इंग्लिश आता है क्या? मैंने कहा नहीं. പിന്നെ എന്തോ അറിയാമോ എന്ന് ചോദിച്ചു. फिर क्या आता है? പറഞ്ഞു മലയാളം അറിയാം. मैंने कहा मलयालम आता है. എന്നിട്ട് പുള്ളി പറഞ്ഞു ഇവിടെ പഠിക്കുന്ന പിള്ളേർക്ക് 7 ഭാഷ അറിയാമെന്ന് പറഞ്ഞു. बोले यहाँ पर पढ़ने वाले बच्चों को 7 लैंग्वेज मालूम होता है. ഭാഷ അറിയാം, നമ്മൾ എന്തോ ചെയ്യാനാ? भाषा नहीं मालूम हम क्या कर सकते हैं? 2 ദിവസം ആൻഡോഫിൽ ജോലി ചെയ്തു. 2 दिन मैंने एंड-ऑफ में काम किया. ജോലി എന്തായിരുന്നു അറിയോ? क्या काम था? ഇപ്പോഴില്ല, പഴയ ഒരു എസ്ടിഡി ബൂത്തിലെ ഫോൺ ഉണ്ടറിയോ? എസ്ടിഡി ബൂത്തിലെ पुराने जमाने में एसटीडी बूथ का जो फोन ഒരു മിനിറ്റ് होता ആവുമ്പോൾ है, ഇങ്ങനെ കീ 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 നടിക്കും. 1 मिनट होते ही वो की आवाज आता 1 है. രൂപ. 1 रुपए. അപ്പൊ ഒന്നുമില്ല, 2 പ്രാവശ്യം കീ കീ അടിച്ചാൽ നമ്മളിങ്ങനെ 2 കാണിക്കുക, അവർ 2 രൂപ തന്നിച്ചു പോകും. तो 2 बार ऐसे किया है तो 2 ऐसा हाथ दिखाना है तो उनको 2 रुपए देना है. ഇവിടുന്ന് തിരിച്ചങ്ങ് കഞ്ചൂർമാർക്കിൽ പോകാനുള്ള ബുദ്ധിമുട്ട് അതിനേക്കാളും വലുത്. यहाँ से वापस कांजूरमार्ग तक जाना उससे बढ़कर വഴിയൊക്കെ ചോദിച്ചതിൽ അങ്ങ് കുർല ചെന്നപ്പോ സ്റ്റേഷനൊക്കെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. रास्ता पूछकर मैं कुर्ला पहुंचा. स्टेशन देखकर എനിക്ക് ഇപ്പോൾ അറിയില്ല ഇതിലാ പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് വെസ്റ്റ് ഏതാ ഈസ്റ്റ് ഏതാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരുന്നു. उस स्टेशन पर जाकर मैं ईस्ट कौन सा है वेस्ट कौन सा है वो पूछकर എന്തായാലും ഒരു വിധത്തിൽ വീട്ടിലെത്തി. कैसे न कैसे करके मैं घर पहुंच गया. വ്യത്യസ്തമായ ജോലികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ऐसे बहुत अलग अलग प्रकार के काम मैंने किया. 8 മാസം ഒരു പ്രസ്സിൽ ഞാൻ ജോലി ചെയ്തു. 8 महीना मैंने एक प्रेस में काम किया. വേറെ പരിപാടിയൊന്നും ഇല്ല. പേപ്പറൊക്കെ ചുമ്മിക്കൊണ്ട് ഇതിലെ വീറ്റിയിലും ഗാർഡ് കോപ്പറിലൊക്കെ കൊണ്ട് കൊടുക്കുക. ज्यादा कुछ काम नहीं था. पेपर लेकर वीटी में घाट कोपर में लेके जाना होता ഷർട്ട് था. കമ്പനി ജോലി ചെയ്തു. शर्ट की कंपनी में काम किया. എല്ലാം കൂടി ഒരു കഷ്ടിച്ച് 9 മാസം ഇവിടെ ഉള്ളായിരുന്നു. सब मुश्किल से 9 महीना ही मैं इधर था. കാരണം ഭാഷ അറിയത്തില്ലല്ലോ. क्योंकि भाषा नहीं मालूम ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തങ്ങ് പോവുകയാണ്. छोटे छोटे काम करके मैं जी रहा था. അങ്ങനെ 96 ജൂൺ മാസം 27-ാം തീയതി എനിക്കൊരു അപകടം നേരിട്ടു. वैसे 96 में जून में एक दुर्घटना मेरे साथ हुई. ഞാൻ ഗാർഡ് കോപ്പർ സ്റ്റേഷനിൽ നിന്ന് ഒരു ലോക്കൽ ട്രെയിനിലേക്ക് ചാടി കയറിയതാ. मैं घाट कोपर स्टेशन से एक लोकल ट्रेन पर चढ़ रहा था. ആരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു താഴെ ട്രെയിൻ കിടപ്പുണ്ട്, ചെന്ന് കയറിക്കോളാൻ പറഞ്ഞു. किसी ने तो कहा कि वहां पर ट्रेन है जाके चढ़. ഞാൻ വരുമ്പോൾ ഒരു ട്രെയിൻ ചെറുക മൂവ് ചെയ്യുന്നു, ഞാൻ ചാടി പിടിച്ചു. जब मैं जा रहा था एक ट्रेन धीरे से मूव हो रहा था, मैं तुरंत चढ़ गया. 2-3 പ്രാവശ്യം ആകെ ലോക്കൽ ട്രെയിനിൽ പോയിട്ടുള്ളൂ. 2 या 3 बार ही मैं लोकल ट्रेन्स में गया हूँ. നമുക്കറിയത്തില്ല എന്തോ സ്പീഡിലാണ് പോകുന്നതെന്ന്. मैं नहीं जानता था कि वो इतना स्पीड ചാടി जाता है. പിടിച്ചതറിയാം, നേരെ താഴേക്ക് അങ്ങ് പോയി. जैसा ही मैंने पकड़ा बस उतना ही जाना, बाकी मैं नीचे गिर നേരെ गया. വീണത് ഗാർഡ് കോപ്പർ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ട്രാക്കിന്റെ സൈഡിൽ പോയി വീണു.
मैंने प्लेटफॉर्म और ट्रैक के बीच में जाकर गिर गया। ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. 11 बज रहा था। ആളുകളൊക്കെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണ്. ज्यादा भीड़ नहीं था उस ആ वक्त। ട്രാക്കിന്റെ സൈഡിൽ വീണ് ഞാൻ അവിടെ കിടന്നു. उस ट्रैक के बीच में गिरकर मैं उधर ही पड़ा रहा। ട്രെയിൻ പോയി കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ എന്റെ ഇടത്തെ കാല് തകർന്നിരിക്കുക. ट्रेन जाने के बाद जब मैं उठने की कोशिश किया तो मेरा राइट लेग फ्रैक्चर हो चुका എനിക്ക് था। അനങ്ങാൻ കഴിയുന്നില്ല. मैं उठ नहीं सकता രക്തം था। വാർന്നൊഴുകുന്നുണ്ട്. लहू खून बह रहा था। ട്രെയിനിലുള്ളവർ കണ്ടു, വേറെ ആരും എന്നെ കണ്ടില്ല. ट्रेन के अंदर जो तूने देखा बाकी और किसी ने देखा ഞാൻ नहीं। അവിടെ കിടന്നിട്ട് ദൂരെയുള്ള ആളുകളെയൊക്കെ കൈ കാണിച്ച് വിളിച്ചു. मैं वहां पर पड़े रहकर दूर वाले लोगों को हाथ കുറെ दिखा- ആളുകളൊക്കെ വന്നു. बहुत लोग आए। അവര് പോലീസിനെ വിളിച്ചു പറഞ്ഞു. उन्होंने पुलिस को बुलाया। എനിക്ക് ഭാഷ അറിയത്തില്ല. मुझे भाषा नहीं പോലീസ് मालूम। വന്ന് പേരൊക്കെ ചോദിച്ച് അവിടുന്ന് ക്രച്ചസ് ഒക്കെ എടുത്ത് അവിടുന്ന് അവര് സ്ട്രക്ചർ ഒക്കെ എടുത്തിട്ട് എന്നെ അടുത്ത ലഗേജ് ഡബ്ബ കയറ്റിയിട്ട് വിദ്യാവിഹാരി കൊണ്ടിറക്കി. वहां से स्ट्रेचेस में मुझे उठाकर विद्या विहार में मुझे पहुंचा दिए। വിദ്യാവിഹാറിൽ നിന്ന് രണ്ടുപേര് എടുത്തോണ്ട് നമ്മളെ നേരെ സയൺ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. वहां से 2 लोग मुझे उठाकर सायन हॉस्पिटल पर लेकर आ गए। നമുക്ക് വേറെ ഒന്നും അറിയത്തില്ല, അവിടെ കിടക്കുക. मैं ज्यादा कुछ नहीं जानता था। मैं ഇടത്തെ उधर- കാൽ അതുപോലെ തകർന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുക. मेरा एक पैर जो था वो लहू खून ऐसा बह रहा था। എന്റെ മൂത്ത ബ്രദർ ജിനുചാനുണ്ട്, ചർച്ച് മേറ്റ്സ് ഉണ്ട്, അവരെല്ലാം ഓടി അവിടെ വന്നു. मेरे जो बड़े भाई लोग थे, चर्च की कलीसिया के लोग सब दौड़कर वहां पर आ गए। ഡോക്ടർമാരെല്ലാം കാല് പരിശോധിച്ചു പറഞ്ഞു ഇടത്തെ കാലിന്റെ പാദം മുറിച്ചു കളയണം, അമ്പ്യൂട്ട് ചെയ്ത് കളയണം. डॉक्टर ने देखकर कहा कि राइट लेग का जो पैर है वो रिमूव करना കാരണം पड़ेगा, പാദം അതുപോലെ തകർന്നു പോയി. क्योंकि जो फीट है वो वैसा ही पूरा टूट चुका था। 30 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. 30 साल का है तो लोग बहुत सबसे इजी वाला काम कर കൈ रहे മുറിക്കും हैं। കാല് മുറിക്കും, അവർക്ക് ഏറ്റവും ഈസി എന്താന്നുള്ള അവർ ചെയ്യും. 30 साल पहले जो उनके लिए इजी है वो कर അവര് लेंगे। വൈകുന്നേരം 5 മണിക്കത്തേക്ക് എന്റെ ലെഫ്റ്റ് ഫീറ്റ് അമ്പ്യൂട്ട് ചെയ്യാൻ സമയം ഫിക്സ് ചെയ്തു. वो शाम को 5 बजे मेरा लेफ्ट जो फीट है वो रिमूव करने के लिए प्लान कर लिया। അന്ന് ഞാൻ വിക്രോളി ചർച്ച കൊണ്ട് ഭാഗമായിരുന്നു. പാസ്റ്റർ അടക്കമുള്ള ഒത്തിരി പേര് അവിടെ കടന്നു വന്നു. मैं विक्रोली चर्च का मेंबर था तो पास्टर और बहुत लोग वहां पर आ ഡോക്ടറെ गए। കണ്ട് സംസാരിച്ചു. അവരോട് പറഞ്ഞു, ഡോക്ടറോട് നിർബന്ധിച്ചുകൊണ്ട് അവർ എക്സ്റേ എടുത്തു. डॉक्टर को वहां पर फोर्स करके जबरदस्ती करके एक एक्सरे കാരണം निकलवाया, ഇടത്തെ കാൽ അതുപോലെ തകർന്നു പോയി. क्योंकि लेफ्ट फीट जो था वो वैसे ही पूरा टूट चुका था। അവർ എക്സ്റേ എടുത്തു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു പാദം പാടെ തകർന്നു, പക്ഷെ അസ്ഥികളൊന്നും ഒടിഞ്ഞിട്ടില്ല. और एक्सरे के बाद कहा कि फीट पूरा टूट गया है लेकिन हड्डियां में ब्रेक नहीं हुआ है, അന്ന് फ्रैक्चर नहीं വൈകിട്ട് आया। എന്റെ പാദം മുറിച്ചു കളയുന്ന അമ്പ്യൂട്ട് ചെയ്യുന്നതിന് പകരമായിട്ട് അവരൊരു സ്കിൻ ഗ്രാഫ്റ്റിംഗ് സർജറി ചെയ്തു. उस दिन मेरे फीट को रिमूव करने से, कट करके एम्ब्यूट करने की वजह से उन्होंने वहां पे स्किन ग्राफ्टिंग कर दिया। എന്തൊക്കെയാ സംഭവിച്ചെന്ന് അറിയത്തില്ല. പിറ്റേ ദിവസം ബോധം വരുമ്പം ഞാൻ 2 കാലും വയ്യാത്തവനായിട്ട് കിടക്കുക. तो पिछले दिन जब मुझे होश आया तो मैं दोनों पैर में सेंस नहीं कर पा रहा ഇടത്തെ था। കാലിൽ വലത്തെ കാലിൽ സ്കിൻ എടുത്ത് ഇടത്തെ കാലിൽ ഇട്ടു, അങ്ങനെ ഒറ്റക്കിടപ്പ് കിടക്കുക. राइट हैंड लेग से स्किन निकाल कर लेफ्ट ഏതാണ്ട് ഒരു 18 फीट ദിവസം में സയൺ डाला ഹോസ്പിറ്റലിൽ तो मैं हॉस्पिटल में ही था। ഒരു 18 ദിവസം സയൺ ഹോസ്പിറ്റലിൽ കിടന്നു. 18 दिन में साइन हॉस्पिटल में रहा। എല്ലാ ദിവസവും കാല് അവർ ഡ്രസ് ചെയ്യും. हर दिन आकर वो पैर को ड्रेस किया करते थे। ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടാ ഡ്രസ് ചെയ്യുന്നത്. ऑपरेशन थिएटर पर ले जाकर वो ड्रेसिंग ഒരു करते थे। 7-8 ദിവസം കഴിഞ്ഞപ്പോൾ അവര് അല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകാതെ തന്നെ എന്നോട് പറഞ്ഞു ഡ്രസ് ചെയ്യുവാണ്, കാലിലെ കെട്ടൊക്കെ അഴിക്കാൻ പറഞ്ഞു. 7-8 दिन के बाद वो बिना ओटी में लेकर जाकर ही वो ड्रेसिंग करने लगे। കാലിന്റെ കെട്ടൊക്കെ അഴിച്ചപ്പോഴാണ് ഞാൻ കാല് യഥാർത്ഥത്തിൽ കാണുന്നത്. जब मेरे पैर का वो जो ड्रेसिंग खोला तब मैंने देखा मेरा അതുപോലെ पैर തകർന്നുപോയ ഒരു പാദം वैसा टूटा हुआ एक मेरा पैर। കണ്ടപ്പോ തന്നെ എന്നെ ശരീരം എല്ലാം വേർത്തു. देखकर मैं खुद ही मैं पसीना ഞാൻ पसीना हो गया। ഡോക്ടറെ എത്ര നാളെടുക്കും ഇത് ശരിയാകാൻ? मैं डॉक्टर से पूछा कि कितना दिन होगा सही होने के लिए। പുള്ളി പറഞ്ഞു എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. डॉक्टर ने कहा कि वो नहीं पता। തിരിച്ച് ബെഡിലേക്ക് വന്നു. मैं वापस बेड पर आ അന്ന് गया। രാത്രി മുഴുവൻ വളരെയേറെ ചിന്തകൾ എന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. उस दिन रात को मेरे अंदर से बहुत सारी बातें आने 2 लगी। ക്രച്ചസ് ഉണ്ട്, പക്ഷെ നടക്കാൻ കഴിയത്തില്ല. 2 क्रचेस है लेकिन मैं चल नहीं पाता। അന്ന് രാത്രി ഞാൻ ദൈവസേനയിൽ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങി. उस दिन रात को मैं एक बच्चे के समान रोने लगा। അന്ന് രാത്രി ദൈവാത്മാവ് ഒരു വചനം എന്റെ ഉള്ളിലേക്ക് തന്നു. उस दिन रात को परमेश्वर की आत्मा ने मुझे एक वचन യെശയ്യാ दिया। പ്രവചനം 55:8-9 വാക്യങ്ങൾ. यशायाह 55 का 8 और 9। നിന്റെ വിചാരമല്ല എന്റെ വിചാരം, तेरी योजना नहीं मेरी നിന്റെ योजना, വഴികളല്ല എന്റെ വഴികൾ. तेरी रास्ता नहीं मेरा ആകാശം रास्ता। ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ जैसे आकाश इस धरती से നിന്നെ ऊपर കുറിച്ചുള്ള है, എന്റെ വിചാരങ്ങൾ അത്യന്തം ഉയർന്നിരിക്കുന്നു. मेरे विचार तेरे बारे में उतना ही അന്ന് ऊंचा രാത്രി है। ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, उस दिन रात को मैंने കർത്താവേ, परमेश्वर से എന്റെ कहा, വിചാരത്തെക്കാളും ഒരു വലിയ പദ്ധതി നിനക്കുണ്ടെങ്കിൽ परमेश्वर मेरे विचारों से बढ़कर यदि तुझे एक എന്റെ योजना ജീവിതം है ഞാൻ സമർപ്പിക്കുകയാണ്. तो मैं मेरे जीवन को समर्पण करता हूँ। അങ്ങനെ അന്ന് രാത്രി ഞാൻ കർത്താവിനോട് എന്റെ ജീവിതത്തെ സമർപ്പിച്ചു. वैसे उस दिन रात को मैंने मेरे जीवन को समर्पण എന്റെ कर दिया। പദ്ധതികളും പ്ലാനുകളും എല്ലാം ഞാൻ താഴെയിട്ടു. मैंने मेरी योजना मेरी पद्धति को मैंने नीचे ഞാൻ डाल പറഞ്ഞു, दिया। കർത്താവേ, നിന്റെ പദ്ധതി മാത്രം മതി. मैंने कहा परमेश्वर तेरी योजना ही എന്റെ काफी പ്ലാനും है। വിചാരം എല്ലാം തകർന്നു പോയി. मेरा प्लान मेरा पद्धति सब എന്റെ नष्ट हो പദ്ധതികളെല്ലാം गया। തകർന്നു പോയി. मेरी सारी पद्धतियां नष्ट हो गई। കർത്താവേ, എനിക്കിനി മുന്നോട്ട് പ്രതീക്ഷയില്ല. परमेश्वर मैं अभी आगे कोई उम्मीद नहीं है। എന്നെ കരം പിടിക്കണമേ
എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ तू തുടങ്ങി. मेरे हाथ को थाम लेना, मैं वैसे रोकर प्रार्थना करने लगा. ദൈവസന്നിധിയിൽ കരഞ്ഞു. उस रात को मैं परमेश्वर की उपस्थिति में അന്ന് रोया. രാത്രി ഒരു ബലത്തോടെ ഞാൻ രാവിലെ എഴുന്നേറ്റത്. मैं नेक्स्ट सुबह में काफी बलवंत के साथ उठा. ഒരു ബോധ്യം എന്റെ ഉള്ളിലുണ്ടായി. एक समझ मेरे अंदर आया ദൈവത്തിന് ഒരു വിചാരം എന്നെ കുറിച്ചുണ്ട്. कि परमेश्वर मेरे बारे में परवाह करता है. പദ്ധതി എന്നെ കുറിച്ചുണ്ട്. परमेश्वर को मेरे बारे में एक योजना है. അന്ന് പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയാ. उस दिन सुबह मैंने कहा कि अब मैं परमेश्वर की सेवा के लिए हूँ. എന്റെ ജീവിതം മുഴുവൻ ഞാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുത്തു. मैंने मेरे जीवन को परमेश्वर के सेवकाई में दे दिया. അന്ന് മുതൽ കർത്താവിന്റെ തീരുമാനം എടുക്കാൻ തുടങ്ങി. उस दिन से परमेश्वर मेरी बातों को योजना लेने लगा. എന്റെ തീരുമാനങ്ങൾ യേശു എടുക്കാൻ തുടങ്ങി. मेरा निर्णय परमेश्वर लेने लगा. ചില സമയങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു കർത്താവ് ഇത് എങ്ങോട്ടായി പോകുന്നത്? कभी कभार मैं पूछा कि मैं किधर जा रहा എന്റെ കൂടെ हूँ. പഠിച്ചവരൊക്കെ മിടുക്കന്മാരാകുന്നു. मेरे साथ में पढ़ने वाले सब स्मार्ट हो ഞാൻ गए, മാത്രം എങ്ങും എത്തുന്നില്ലല്ലോ. मैं ही कहीं पहुँच नहीं पा കർത്താവ് रहा പറഞ്ഞു, हूँ. മോനെ നീ വെയിറ്റ് ചെയ്യ്. परमेश्वर ने कहा बेटा तू इंतजार പദ്ധതിയുണ്ട്. कर, मुझे योजना है, എനിക്ക് പ്ലാൻ ഉണ്ട്. मुझे पद्धति है. അവരെ കുറിച്ചുള്ള പദ്ധതിയല്ല നിന്നെ കുറിച്ച് എനിക്കുള്ളത്. उनके बारे में जो योजना है वो नहीं तेरे बारे में जो है. നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ നോക്കിയിട്ട് നിരാശപ്പെടാറില്ലേ? हम कई बार दूसरों को देखकर हम निराश हो जाते हैं. ദൈവത്തിനൊരു പദ്ധതി നിങ്ങളെ കുറിച്ചുണ്ട്. परमेश्वर को आपके बारे में एक योजना അവരെ है. നോക്കേണ്ട കാര്യമില്ല. उन्हें देखने की जरूरत नहीं. കരമുയർത്തി പറഞ്ഞാൽ ദൈവത്തിന് എന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. हाथ उठाकर कहे कि परमेश्वर को मेरे बारे में एक हालेलुया. योजना है. हालेलुया. ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞാൽ മതി. परमेश्वर की योजना को समझ ले. കഴിഞ്ഞൊരു 29 വർഷമാകുന്നു കർത്താവ് എന്റെ കൂടെയുണ്ട്. पिछले 29 साल हो गया है परमेश्वर मेरे എന്റെ साथ है. തീരുമാനങ്ങൾ കർത്താവ് എടുക്കാൻ തുടങ്ങി. मेरे निर्णय परमेश्वर लेना लगा. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തീരുമാനം എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ചോദിച്ചു നിനക്ക് എന്നാ വേറെ ജോലിയില്ലേ? जब मैंने परमेश्वर की सेवकाई के लिए समर्पण किया तो लोग पूछे कि क्यों तुझे कोई और काम नहीं है क्या? അതുപോലെ തകർന്ന സാഹചര്യമാണ് വീട്ടിലും ഉള്ളത്. वैसा टूटा अवस्था थी, घर की अवस्था थी. കേറി കിടക്കാൻ നല്ലൊരു വീട് പോലും ഇല്ല. हमें रहने के लिए एक अच्छा घर भी नहीं മഴ പെയ്ത था. വീടിനകം മൊത്തം ചോരും. बारिश हो तो घर के अंदर पूरा पानी आ जाएगा. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങിയാൽ എങ്ങനെ ജീവിക്കാൻ പോകുന്നത്? परमेश्वर की सेवा के लिए तू उतरा तो तू कैसे जिएगा? പക്ഷെ കർത്താവ് ജീവിക്കുന്നവരാ. लेकिन परमेश्वर जीवित है. നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അവിടുണ്ട് കേട്ടോ. हमारे हर प्रश्नों का जवाब ऊपर है. हालेलुया. हालेलुया. നൂറുകണക്കിന് ചോദ്യങ്ങളാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. 100 प्रश्न हमारे अंदर आते നൂറുകണക്കിന് होंगे. ആശങ്കകളാ ഉള്ളിലോ 100 ഉള്ളത്. हमारे अंदर आशंकाएं, डर आता होगा. കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. लेकिन हमारे हाथ को थामने പറഞ്ഞാൽ वाला കരം हमारा പിടിക്കുന്ന ഒരു परमेश्वर है. കർത്താവുണ്ട്. हमारे हाथ को കരം थामने പിടിക്കുന്ന वाला ഒരു हमारा കർത്താവുണ്ട്. परमेश्वर है. കൈവിടാത്തൊരു കർത്താവുണ്ട്. जो हमें हाथ नहीं छोड़ता वैसा हालेलुया. परमेश्वर हमारे साथ है. നമ്മുടെ കരം പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. हमारे हाथ पकड़ने वाला एक परमेश्वर है. ആ കർത്താവ് കരം പിടിച്ചത്. मैंने कहा कि वो परमेश्वर ने मेरे हाथ को थाम പ്രശ്നമില്ലെന്നോ लिया था. പ്രതിസന്ധി ഇല്ലെന്നോ അല്ല. ये नहीं कि हमें मुश्किल नहीं है, मुसीबतें नहीं है. പ്രശ്നം പ്രതിസന്ധി എല്ലാം ഉണ്ട്. मुसीबतें तो आती रहेगी, എപ്പോഴും തിരിച്ചറിഞ്ഞോണം. लेकिन हमेशा ये समझना പ്രശ്നം है പ്രതിസന്ധി എല്ലാം ഉണ്ട്. मुसीबतें कष्ट आता രോഗമുണ്ട്. रहेगा, बीमारी എന്നാൽ आएगी, നമുക്കുള്ള ധൈര്യം എന്താണെന്നറിയാമോ? लेकिन हमारा हियाव क्या ഇതിന്റെ है? മധ്യത്തിലും കർത്താവ് കരം പിടിക്കുന്നുണ്ട്. इसके बीच में भी परमेश्वर ने ഈ मेरे हाथ को थाम പ്രതിസന്ധിയിലും लिया കർത്താവ് है. കൂടെയുണ്ട്. ये सब मुसीबत में परमेश्वर मेरे साथ है. ഹല്ലേലൂയ. हालेलुया. 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 ഞാനും ഫിലിപ്പാസൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറയും. मैं और फिलिप्पा सब एक साथ आते हैं तो हृदय आनंद से भर जाता കാരണം है, കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുതാ. क्योंकि परमेश्वर विश्वास योग्य है. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് പോയവനാ. कंप्यूटर इंजीनियरिंग के लिए गए थे. ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഒത്തിരി ആത്മബന്ധമാണ്. വീട്ടിലൊക്കെ എപ്പോഴും പോകുമായിരുന്നു. हम बचपन से ही बहुत ही स्पिरिचुअल एक रिलेशन था, घर भी ले जाया करते थे. സുവിശേഷകനായി അവസാനം തളർന്നു കിടക്കി എഴുന്നേക്കാൻ വയ്യ. उनका पिता जो है वो सेवक थे और वो पैरालाइज्ड होकर वो उठ नहीं पाते थे. ജീവിതമെല്ലാം തകർന്നു പോയതാ. जीवन ऐसा ടൂട്ട് गया था. പണിയാൻ തുടങ്ങി. लेकिन वहां से परमेश्वर के दास को परमेश्वर बनाने लगा. ജോലിയെല്ലാം കളഞ്ഞ് കർത്താവിനോട് ഇറങ്ങി. नौकरी छोड़कर परमेश्वर के लिए निकला. കരം പിടിച്ചൊരു കർത്താവുണ്ടെന്നുള്ള ബോധ്യമാകട്ടോ. हाथ थामने वाला परमेश्वर है. आमीन. हालेलुया. हालेलुया. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ. आज मैं एक बात कहना चाहता ഒത്തിരി हूँ. ആശങ്കയും ചിന്തകളും ഒക്കെ ഉള്ളിൽ കാണും. बहुत सारी कंफ्यूजन्स, बहुत सारी डर हमारे अंदर होगा, പക്ഷെ ഒരു ഉറപ്പുണ്ടാകണം. लेकिन एक बात आपको पक्का कर्ताव होना കൂടെ चाहिए, ഉണ്ട്. परमेश्वर मेरे साथ है. കരമുയർത്തി പറഞ്ഞാട്ട് കർത്താവ് കൂടെ हाथ ഉണ്ട്. उठाकर कहे कि परमेश्वर मेरे कर्ताव साथ കൂടെ है. ഉണ്ട്. परमेश्वर मेरे साथ അവൻ है. കൈവിടത്തില്ല. वो हाथ नहीं छोड़ेगा. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ തീരുമാനങ്ങൾ കർത്താവ് എടുത്തോണം. हमारा निर्णय परमेश्वर को लेने दे. ഞാൻ കൂടുതലും യൗവനക്കാരുടെ ഇടയിലാ. मैं अधिकतर नौजवानों के बीच में हूँ. പറഞ്ഞ ഞങ്ങൾക്ക് എക്സൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. हमारे एक्सेल मिनिस्ट्रीज करके एक मिनिस्ट्री യുവജനങ്ങളുടെ है, ഇടയിലാ കൂടുതലും വർക്ക് ചെയ്യുന്നത്. वो नौजवानों के बीच में ഒരു है. കാര്യം കൂടെ നമ്മുടെ യൗവനക്കാരോട് പറയട്ടെ. एक बात और मैं नौजवानों से कहना എല്ലാ चाहता हूँ, തീരുമാനവും കർത്താവിന് വിട്ടുകൊടുത്തോ. सारा निर्णय जो आप डिसीजंस परमेश्वर के हाथ में छोड़ना है. കല്യാണത്തിന്റെ തീരുമാനവും കർത്താവിനെ ഏൽപ്പിക്കണം. आपका शादी का डिसीजंस भी परमेश्वर के हाथ में छोड़ ഇത് दो. വരുമ്പോൾ ചിലരൊക്കെ ആകെ അങ്ങ് ബുദ്ധിമുട്ടിലാവും. जब ये बात आती है तो कुछ थोड़ा परेशान हो കല്യാണം जाते हैं. വരുമ്പോൾ എതിലൊക്കെ ചാടി അങ്ങ് പോവും. शादी का रिश्ता आता है तो कहीं ना कहीं कूद पड़ जाते
जाते हैं। ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല. കേരളത്തിലൊക്കെ ബൈബിൾ വായിച്ചു കൊടുക്കുന്ന പാട്ട് പാടുന്ന വർഷിപ്പ് ലീഡ് ചെയ്യുന്നവരൊക്കെ എതിരെയൊക്കെ ചാടിപ്പോകുന്ന കാണാം. यहाँ की बात मैं नहीं जानता, लेकिन केरला में आराधना करने वाले, वर्शिप लीड करने वाले किधर न किधर भी भाग जाते हैं। അവിടെ ഇവിടെയൊക്കെ പോയി കല്യാണം നടത്തുന്നവരുണ്ട്. वहाँ यहाँ जाकर शादी कर लेते हैं. No, that should not happen. ऐसे नहीं होना चाहिए. എല്ലാം കർത്താവ് തീരുമാനമെടുത്തു. आमेन. सब कुछ परमेश्वर निर्णय लेने നിങ്ങൾ അന്വേഷിച്ചു പോകണ്ട, ദൈവം കരുതിക്കൊള്ളുമെന്ന്. आपको ढूंढ कर जाने की जरूरत नहीं है, परमेश्वर ढूंढ कर देगा, परमेश्वर देगा. കർത്താവിന് അറിയാം എന്താ നമുക്ക് ചേരുന്നതെന്ന്. परमेश्वर जानता है कि हमारे लिए कौन मैच होता है. मैं नौजवानों से कहना चाहता हूं, ശുശ്രൂഷ ചെയ്യുന്നവരാ, ജോലി ചെയ്യുന്നവരാ, पढ़ाई करने वाले, सेवकाई करने वाले, नौकरी करने वाले हैं, परमेश्वर आपका उपाय करेगा. परमेश्वर उपाय करेगा. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചു പോകണ്ടെന്ന്. इसलिए हमें ढूंढ कर जाने की जरूरत नहीं. വിശ്വസിച്ച് കരമുയർത്തി കർത്താവിന് നന്ദി പറയും. कितने लोग हाथ उठाकर विश्वास के साथ धन्यवाद देंगे. हालेलुया, हालेलुया. കാരണം ദൈവത്തിന് നമ്മുടെ ജീവിതം നന്നായിട്ട് അറിയാം. क्योंकि परमेश्वर हमारे जीवन को अच्छे से जानता है. हमें क्या चाहिए वो परमेश्वर जानता है. परमेश्वर जानता है कि हमें कौन चाहिए. हालेलुया, हालेलुया. ധൈര്യത്തോടെ പറ, കർത്താവ് തീരുമാനമെടുക്കും. हिम्मत से कहे कि परमेश्वर निर्णय लेगा. ഒത്തിരി പേര് ഇവിടെ വർഷിപ്പിനൊക്കെ നിൽക്കും, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. बहुत लोग यहाँ पर वर्शिप में खड़े होते देखा तो मैं बहुत आनंद हुआ. हालेलुया, हालेलुया. ഒരു പക്ഷേ ലോക രാജ്യങ്ങളിലേക്ക് അയക്കപ്പെടേണ്ടവരെ ഇവരൊരു ട്രെയിനിങ് എവിടെ? या हो सकता है कि दुनिया के कोने में बेचने वाले हैं, यहाँ पर രാജ്യങ്ങളിലേക്ക് വർഷിപ്പ് ലീഡ് ചെയ്യാൻ പോകേണ്ടവരാ. अनेक राज्यों में वर्शिप लीड करने जाने वाले हैं. आमेन. हालेलुया, हालेलुया. ഈ ഇന്ത്യ വിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതെന്ന് അറിയാം, നമ്മുടെ ചർച്ചിലെ നമ്മുടെ പിള്ളേരൊക്കെ ചെന്നിട്ട് അവിടെ സഭകൾ തുടങ്ങുക. आमेन. इंडिया से छोड़कर जब बाहर जाते तो सबसे खुशी क्या बात है कि हमारे यहाँ के बच्चे बाहर जाकर वहाँ पर कलीसियाओं की स्थापना कर रहे हैं. പല രാജ്യങ്ങളിലും ചർച്ച തുടങ്ങിയിരിക്കുന്ന പാസ്റ്റർമാരല്ല, നമ്മുടെ പഠിക്കാൻ പോയ പിള്ളേരാ. आमेन. अनेक राज्यों में सभा की जो कलीसिया की शुरुआत के पासवान लोग नहीं है, पढ़ाई करने जाने वाले अपने बच्चे लोग हैं. അങ്ങനെ ഒരു തീയോടെ നിങ്ങളുടെ ഉള്ളിൽ പകരട്ടെ. वैसा परमेश्वर एक अग्नि आपके साथ भेजे. ഞാൻ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ഒരു സ്നേഹിതനെ സന്ദർശിച്ചു. അദ്ദേഹം സെമിനാറിൽ എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചതാ. पिछली बार मैंने मेरे एक परमेश्वर के दास थे, मैंने विजिट किया और वो मेरा जूनियर होकर पढ़ा था. അദ്ദേഹത്തെ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് 2 ദിവസം താമസിച്ചു. मैंने उनके साथ विजिट करके 2 दिन उसके साथ रहा. സെമിനാറിൽ ഒരു 6 വർഷം പഠിച്ച ആളാ. सेमिनारी में 6 साल उसने पढ़ा था. ചർച്ചിലൊക്കെ പോകുന്നുണ്ടോ ചോദിച്ചു. अब मैंने पूछा कलीसिया में जाते हैं ഇവിടെ ഒന്നും മലയാളി ചർച്ച ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. उन्होंने कहा कि यहाँ कहीं भी मलयाली कलीसिया എവിടെയും പോകുമോ ചോദിച്ചു. बोले कहीं भी जाते हैं क्या? ഇംഗ്ലീഷ് ചർച്ചിലൊക്കെ പോകാറുണ്ട്. हाँ, मैंने इंग्लिश कलीसिया में जाता हूँ. നിങ്ങൾക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിച്ചുകൂടെ? मैंने पूछा कि क्या आप लोग बैठकर प्रार्थना नहीं कर सकते? ഇവിടെ മലയാളികളൊക്കെ കുറവാ. तो मैंने कहा यहाँ पर मलयाली लोग कम है. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ചർച്ച തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ? तो मैंने पूछा कि आप क्यों एक कलीसिया आरंभ करने का सोच नहीं लेते? അതൊക്കെ വേണോ അച്ഛാ? तो उन्होंने पूछा कि क्या वो सब करना है क्या? വേണം. तो मैंने कहा हाँ करना है. പലരും ചിന്തിക്കുന്ന എവിടെയെങ്കിലും പോയി കൈയും കാണിച്ചൊക്കെ നിന്നാ മതിയെന്നാ. कई लोग ये सोचते कहीं जगह में जाओ, हाथ दिखाकर खड़े हो जाओ बस. അല്ല, ഒരിക്കലും അല്ല. नहीं ऐसा नहीं. ദൈവം നിങ്ങളെ അയക്കുന്നിടത്ത് നിങ്ങളാണ് സഭകൾ ആരംഭിക്കേണ്ടത്. आमेन, आमेन, हालेलुया. जहां पर परमेश्वर आपको भेजे वहां पर कलीसिया की आरंभ आपको करना है. हालेलुया. ദൈവം അങ്ങനെ ഒരു അഗ്നി നിങ്ങളുടെ ഉള്ളിലൊക്കെ പകരട്ടെ. वैसी एक अग्नि परमेश्वर आप सबके अंदर डाले. പറഞ്ഞത്രേ ഉള്ളൂ, ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയണം. परमेश्वर की योजना को समझ ले. യോസഫിനെ പൊട്ടക്കല്ലിട്ടാണ് അവിടെ തീരുന്നില്ല. यूसुफ को गड्ढे में डालकर वहां समाप्त नहीं होती. ദൈവം പ്രവൃത്തി ആരംഭിക്കുക. परमेश्वर अपना काम आरंभ करता है. ഈ മനുഷ്യന്റെ ഒരു പദ്ധതി എങ്ങനെയെങ്കിലും നമ്മളെ ഇല്ലാതാക്കുക എന്നുള്ളതാ. मनुष्य की एक पद्धति ये है कि हमें कैसा नाश करना है. അതെല്ലാ മേഖലയിലും ഉള്ളതാ. वो हर क्षेत्र में है. വീട്ടിലൊക്കെ ആണെങ്കിൽ സഹോദരന്മാർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നവരുണ്ട്. घर के अंदर तो भाई लोग भी उधर एक दूसरे से कॉम्पिटिशन करते हैं. ലോകത്ത് സഭകളും പാസ്റ്റർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കും. आत्मिक दुनिया में देखें तो पासवान लोग एक दूसरे से कंपटीशन करते हैं. യോസഫിനെ പിടിച്ചെന്തിനാ പൊട്ടക്കല്ലിട്ടെ? यूसुफ को क्यों गड्ढे में डाला था? അസൂയ കൊണ്ടായിട്ടെ. जलन की वजह से डाल दिया था. സംഭവിക്കുന്നത് आज भी वही होता है. അതൊരു വല്ലാത്ത സ്പിരിറ്റ് ആകട്ടോ. एक अलग ही स्पिरिट है वो. നമ്മളിടയിൽ അത് വരരുത്. हमारे बीच में वो नहीं आना चाहिए. हमारे बीच में वो नहीं आना चाहिए. ദൈവസഭ പണിയുക. हम एक साथ मिलकर ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുക. हम एक साथ मिलकर आराधना करते हैं. നീയാണോ വലിയവനെന്നൊരു ചോദ്യമില്ല. मैं बड़ा तू बड़ा ऐसा कोई प्रश्न नहीं है. ദൈവം ഒരുമിച്ച് ഉപയോഗിക്കുക. हमें एक साथ परमेश्वर इस्तेमाल करता है. കർത്താവിനെ കൊടുത്താൽ മതി. सारा क्रेडिट परमेश्वर को दे दे. ഞാൻ പാടിയോണ്ടല്ല. मैंने गाया इसलिए नहीं. ദൈവം എന്നെ ഉപയോഗിച്ചതാ. परमेश्वर ने मुझे इस्तेमाल किया है. मैं इंस्ट्रूमेंट बजाया इसलिए नहीं. परमेश्वर ने मुझे इस्तेमाल किया है. ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു നിർത്തട്ടെ. परमेश्वर के दास के साथ कुछ लोगों को खड़ा कराने दे.
അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ വേണ്ട കേട്ടോ. वहाँ यहाँ पर कोई ईर्ष्या जलन ना हो. അത് വരുമ്പോഴാ ചവിട്ടി താക്കാൻ നോക്കുന്നത്. जब वो आती है तो हम एक दूसरे को दबाने की कोशिश. പൊട്ടക്കുഴി പിടിച്ചിടുന്നത്. वो आती है तो हमें गड्ढे में डालने का मन होता है. ഒരിക്കലും ഇവൻ പൊങ്ങി വരല്ലെന്ന്. कभी भी ये उठ कर आना नहीं. ഒരിക്കലും ഇവൻ എഴുന്നേറ്റ് വരല്ലെന്ന്. कभी भी ये उठ कर आना नहीं. പക്ഷേ ദൈവം വേറൊരു ഗ്രാഫ് വരയ്ക്കുക യോസഫിന്. लेकिन परमेश्वर दूसरा ग्राफ यूसुफ के लिए बनाता है. ഒരു ഗ്രാഫ് ദൈവം വരയ്ക്കുക. गड्ढे से परमेश्वर दूसरा ग्राफ बनाता है. മേലോട്ടങ്ങ് പോവാ. ऊपर की ओर जा रही है. ऊपर की ओर जा रही है. സഹോദരന്മാർ തിരിച്ചറിയുന്നില്ല. भाई लोग समझ नहीं पा रहे थे. यूसुफ भी समझ नहीं पा रहा था. പൊട്ടക്കിണറ്റിന്ന് ജയിലിലേക്ക്. लेकिन गड्ढे से जेल में. ജയിലിൽ കിടക്കുക. जेल में पड़ा है. 13 വർഷങ്ങൾ. 13 साल. പദ്ധതി എന്താണെന്ന് പോലും തിരിച്ചറിയത്തില്ല. योजना क्या है वो पता भी नहीं है. പക്ഷേ തനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. लेकिन उसको एक बात की समझ थी. ദൈവം എന്റെ കൂടെയുണ്ട്. कि परमेश्वर मेरे साथ है. परमेश्वर मेरे साथ है. ദൈവം കൂടെയുണ്ട്. उठाकर कहे परमेश्वर मेरे साथ है. प्रतिकूल अवस्थाओं में परमेश्वर मेरे साथ है. हालेलुया.